നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ മെയ് 6 മുതൽ 12 വരെ നടന്നുവന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള സമാപിച്ചു. പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ ടൈം ചാനലിന് 3ാം സ്ഥാനം. ആലപ്പുഴ ബീച്ചിൽ മെയ് 6 മുതൽ 12 വരെ നടന്നുവന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് മികച്ച കവറേജ് നൽകിയതിനാണ് പുരസ്കാരം. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ പ്രവേശനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇതിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. ജൂൺ 2 നിലവിൽ വരുന്ന ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായി ആലപ്പുഴ ജില്ലയിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ മെയ് 6 മുതൽ 12 വരെ നടന്നുവന്ന എന്റെ കേരളം പ്രദർശനം വിപണനമേള സമാപിച്ചു. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ നടന്നുവന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള സമാപിച്ചു. മെയ് 6 മുതൽ 12 വരെ 7 ദിവസമായി നടന്നുവന്ന മേളയുടെ സമാപന സമ്മേളനം പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റും രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റും രണ്ടാം ഗവൺമെന്റിന്റെ അവസാന വർഷത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ കേരളം രൂപീകൃതമായിട്ട് ഏതാണ്ട് 68 വർഷക്കാലമായിട്ടുണ്ട്. ഈ കാലയളവിനുള്ളിൽ നിരവധി ഗവൺമെന്റുകളും മാറി മാറി വന്നിട്ടുണ്ട്. ഇടതുപക്ഷവും വന്നിട്ടുണ്ട്, വലതുപക്ഷവും വന്നിട്ടുണ്ട്, എല്ലാ ഗവൺമെന്റും വന്നിട്ടുണ്ട്. എന്നാൽ ആലപ്പുഴക്കാരെന്നുള്ള നിലയിൽ ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷവും ആലപ്പുഴക്കാരായിരിക്കും. ഞങ്ങളെല്ലാം ഈ നാട്ടിൽ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവരും അതിലൂടെ കടന്നു വന്നിട്ടുള്ളവരുമാണ്. ഇത്രയധികം മാറ്റം നമ്മുടെ നാട്ടിൽ വികസന രംഗത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന കുണ്ടും കുഴിയുമായി കിടന്ന റോഡുകളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ നിലയിലേക്ക് ഒരു ആക്ഷേപം പറയാൻ കഴിയുന്ന നിലയിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട റോഡുണ്ടോ? ചിലർ പറയുമല്ലോ, ആര് വന്നാലും ഒരുപോലെയാണ്, ആര് ഭരിച്ചാലെന്താ, കോരന് കുമ്പിളി കഞ്ഞി തന്നെയാണ്. ആണോ? എല്ലാവരും ഒരുപോലെയാണോ? എന്താ ഇത് കാണാത്തത്? ഒരു മാസത്തെ പെൻഷൻ താമസിച്ചു പോയാൽ ഉണ്ടാകുന്ന പ്രതിഷേധം നമുക്ക് മനസ്സിലാവും. പാവപ്പെട്ട മനുഷ്യരാണ്, അവരെ ഒരു വികാരമായി പ്രകടിപ്പിക്കുന്നതാണ്. എന്നാൽ ഈ വന്നിട്ടുള്ള മാറ്റങ്ങൾ, നാട്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതിൻ്റെ ഫലമായി ഈ നാട്ടിലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ വരാൻ പോകുന്ന മാറ്റങ്ങൾ, നാളെയുടെ തലമുറക്കുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ ചെറുതാണോ? MP-മാരായ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, MLA-മാരായ സലാം, രമേശ് ചെന്നിത്തല, തോമസ് കെ തോമസ്, U പ്രതിഭ, ദലീമ ജോജോ, MS അരുൺകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ, ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PSM ഹുസൈൻ, നഗരസഭാ അംഗങ്ങളായ അഡ്വക്കേറ്റ് റിഗോ രാജു, പ്രഭാ ശശികുമാർ, ADM ആശാസി എബ്രഹാം, സബ് കളക്ടർ സമീർ കിഷൻ, INPRD ഡെപ്യൂട്ടി ഡയറക്ടർ KP സരിത, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രദർശനമേളയിലെ മികച്ച സ്റ്റാളുകൾക്കുള്ള പുരസ്കാരങ്ങളും മാധ്യമ പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. വൈകിട്ട് 7 മുതൽ അതുൽ നർഗര ആൻഡ് ടീം നയിച്ച മ്യൂസിക് ഫോക്ലോർ ലൈവ് ഷോയും നടന്നു. ടൈം ന്യൂസ് ആലപ്പുഴ. കേരള വിഷൻ ടൈം ന്യൂസിന് 3ാം സ്ഥാനം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ മെയ് 6 മുതൽ 12 വരെ നടത്തിവന്ന എന്റെ കേരളം പ്രദർശനം വിപണന മേളയ്ക്ക് മികച്ച കവറേജ് നൽകിയതിനാണ് പുരസ്കാരം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ മെയ് 6 മുതൽ 12 വരെ നടന്നുവന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന അച്ചടി ദൃശ്യമാധ്യമ സ്ഥാപനങ്ങളിൽ മികച്ച കവറേജ് നൽകിയ 1, 2, 3 സ്ഥാനക്കാർക്കാണ് പുരസ്കാരം ലഭിച്ചത്. മെയ് 6 മേളയുടെ തുടക്കം മുതൽ സമാപനം വരെയുള്ള എല്ലാ പരിപാടികളും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ വാർത്തകളായും തത്സമയമായും സംപ്രേഷണം ചെയ്യുവാൻ കേരള വിഷൻ ടൈം ചാനലിന് സാധിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ INPRD മികച്ച കവറേജ് നൽകിയ മാധ്യമ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്തു. ACVക്കാണ് 1ാം സ്ഥാനം. 24 ന്യൂസിന് 2ാം സ്ഥാനവും ടൈം ന്യൂസിന് 3ാം സ്ഥാനവും ലഭിച്ചു. പുരസ്കാരം നേടിയ മാധ്യമങ്ങൾക്ക് സമാപന സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാൻ അവാർഡുകൾ വിതരണം ചെയ്തു. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തി
സ്കൂൾ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂൾ നടത്തുവാൻ കഴിയുകയുള്ളൂ. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങി സൂക്ഷിക്കേണ്ടതാണ്. കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത്. ജൂൺ മാസം 2-ാം തീയതിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായിരിക്കും. സംസ്ഥാനത്ത് എല്ലാ സ്കൂളുകളിലും ഈ മാസം 20-ന് PTA യോഗം ചേരണം. തുടർച്ചയായി 3 വർഷം ആയിരിക്കും PTA പ്രസിഡന്റിന്റെ കാലാവധി. മെയ് 25-26 തീയതികളിൽ സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്കൂളുകളിൽ ഫിറ്റ്നസ് ഉറപ്പുവരുത്തണം. പണി നടക്കുന്ന സ്ഥലവും വേർതിരിക്കണം. 1-ാം ക്ലാസ് പ്രവേശനത്തിന് എൻട്രൻസ് നടത്തുന്നത് അനുവദിക്കില്ല. +1 അഡ്മിഷന് യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളും അനുവദിക്കില്ല. കർശനമായും നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. സ്കൂൾ ക്യാമ്പസുകളിൽ സ്കൂൾ സമയത്ത് അന്യർക്ക് പ്രവേശനം നിരോധിച്ചു. കുട്ടികളുമായി പുറത്തുനിന്നുള്ളവർ ബന്ധപ്പെടുന്നത് കണ്ടാൽ കുട്ടികളുടെ ബാഗുകൾ അധ്യാപകർ പരിശോധിക്കണം. സ്കൂളും പരിസരവും നന്നായി വൃത്തിയാക്കണം. PTA അധ്യാപകരും തദ്ദേശ സ്ഥാപനങ്ങളും സുരക്ഷാ അവലോകനം നടത്തണം. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണം. പുകയില ലഹരി വിരുദ്ധ ബോർഡുകൾ സ്ഥാപിക്കണം. കുടിവെള്ളത്തിന്റെ നിലവാരം ഉറപ്പാക്കണം. ശുദ്ധജലവും ഉറപ്പാക്കണം. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 2 ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് HSSൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി V ശിവൻകുട്ടി ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇതിനു മുന്നോടിയായുള്ള സംഘാടക സമിതിയുടെ രൂപീകരണ യോഗം നടന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇതിനു മുന്നോടിയായി പ്രവേശനോത്സവത്തിനുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. ജൂൺ 2-ന് രാവിലെ 9:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. എല്ലാ സ്കൂളുകളിലും സംസ്ഥാനതല ഉദ്ഘാടനം പ്രക്ഷേപണം തത്സമയമുണ്ടാകും. ഇതിനുശേഷം ജില്ലകളിൽ സ്കൂൾ തല പ്രവേശനോത്സവവും ജില്ലാതല പ്രവേശനോത്സവവും നടത്തും. കലവൂർ സ്കൂളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷനായി. MLAമാരായ H സലാം, MS അരുൺകുമാർ, ദലീമ ജോജോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. ജൂൺ 2 മുതൽ ആരംഭിക്കുന്ന ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായി ആലപ്പുഴ ജില്ലയിൽ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. 1 മാസത്തിനുള്ളിൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കാനിരിക്കെ ജില്ലയിലും തയ്യാറെടുപ്പുകൾ തുടങ്ങി. ജൂൺ 2-ാം വാരം മുതലാകും ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് കാലത്തെ കടൽ പരിശോധനയ്ക്കുള്ള ബോട്ടുകൾ തയ്യാറാക്കാനുള്ള നടപടി ഫിഷറീസ് വകുപ്പ് തുടങ്ങി. തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷനിൽ കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. സാധാരണ മെയ് പകുതിയോടെയാണ് കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിക്കാറുള്ളതെങ്കിലും ഇത്തവണ ഒരാഴ്ച മുൻപേ 24 മണിക്കൂർ കൺട്രോൾ റൂം ആരംഭിച്ചു. ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തിയിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കടൽ സുരക്ഷ ഉറപ്പാക്കാനാണ് കൺട്രോൾ റൂം നേരത്തെ ആരംഭിച്ചത്. കടൽ പട്രോളിംഗും കൂടിയിട്ടുണ്ട്. നേരത്തെ രാവിലെ മാത്രമാണ് പട്രോളിംഗ് നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ രാവിലെയും വൈകിട്ടുമുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് 2 ബോട്ടുകളും 2 യന്ത്രവൽകൃത വള്ളങ്ങളും ഉപയോഗിച്ചാകും ഫിഷറീസ് പരിശോധന നടത്തുക. യാനങ്ങൾ വാടകയ്ക്കെടുക്കാനുള്ള കരാർ നടപടികൾ ആരംഭിച്ചു. നിലവിൽ വലിയഴിക്കൽ കേന്ദ്രീകരിച്ച വാടകയ്ക്കെടുത്ത ഒരു ബോട്ടും തോട്ടപ്പള്ളിയിൽ വള്ളവുമാണ് ഉള്ളത്. ട്രോളിംഗ് നിരോധന കാലത്ത് പട്രോളിംഗ് കൂട്ടുന്നതും മൺസൂൺ കാലത്തെ രക്ഷാപ്രവർത്തനവും കണക്കിലെടുത്താണ് യാനങ്ങളുടെ എണ്ണം കൂട്ടുന്നത്. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല മണപ്പുറത്ത് വേറിട്ട ആദ്യ കുർബാന സ്വീകരണം. ആദ്യ കുർബാന സ്വീകരണത്തോടനുബന്ധിച്ച് നടത്തിയ ലഹരി വിരുദ്ധ ചടങ്ങ് ശ്രദ്ധേയം. ചേർത്തലയ്ക്കടുത്ത മണപ്പുറത്ത് വേറിട്ട ആദ്യ കുർബാന സ്വീകരണം. ആദ്യ കുർബാന സ്വീകരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ചടങ്ങ് ശ്രദ്ധേയമായി. ലഹരി വിരുദ്ധ സന്ദേശമടങ്ങിയ കൈപ്പുസ്തകം വിതരണം ചെയ്തും പ്രതിജ്ഞയെടുത്തുമാണ് വേറിട്ട ചടങ്ങ് സംഘടിപ്പിച്ചത്. മണപ്പുറം ലിറ്റിൽ ഫ്ലവർ പള്ളിക്ക് സമീപം പെരിങ്ങലത്ത് വീട്ടിൽ ലോറൻസിന്റെയും ഏലമ്മയുടെയും മകൻ ഇമ്മാനുവൽ ലോറൻസിന്റെ ആദ്യ കുർബാന ചടങ്ങാണ് വേറിട്ടതായത്. പൂച്ചാക്കൽ പ്രസ് ക്ലബ് സെക്രട്ടറിയും യങ് മെൻസ് വായനശാല ലൈബ്രറിയനുമായ ലോറൻസ് പെരിങ്ങലത്ത് തന്റെ മകന്റെ ആദ്യ കുർബാന സ്വീകരണത്തോടനുബന്ധിച്ച് ഒരുക്കിയത് സമൂഹത്തിന് മാതൃകയായ പ്രവർത്തനം. വീടിന് സമീപത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ സമ്മേളനം. കുടുംബാംഗങ്ങൾ ചേർന്ന് കേക്ക് മുറിച്ചതോടെ സമ്മേളനം ആരംഭിച്ചു. സാഹിത്യകാരൻ പ്രൊഫസർ ഡോക്ടർ തോമസ് വി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇത് വളരെ മഹത്തായ ഒരു കാര്യമാണ്. അതിനുവേണ്ടി അദ്ദേഹം വളരെ കുറഞ്ഞ് ചെറിയ വരുമാനം കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോറ്റി കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്ന ആ മനുഷ്യൻ ഈ ചെറിയ പട്ടണത്തിലെ ഒരു ചെറിയ പത്രത്തിന്റെ ഇവിടുത്തെ ഒരു ലേഖകൻ മാത്രമായ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി അദ്ദേഹം കാണിച്ച മനസ്സും, ഈ പുസ്തകമൊക്കെ വെറുതെ കൊടുക്കുന്നതല്ല. ഞാൻ അറിഞ്ഞത് ഓരോ പുസ്തകത്തിന് എത്രയോ റുപ്യ വിലയുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാൻ അദ്ദേഹം കാണിച്ച വലിയ മനസ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇമ്മാനുവലിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. ഇമ്മാനുവലിനോട് പറയാനുള്ളത്, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിന്റെ കടമ, ഞങ്ങളൊക്കെ നിന്നെ സ്നേഹിക്കുന്നു. ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയത് നിന്നോടുള്ള ഭീകരമായ സ്നേഹം കൊണ്ടാണ്. മനസ്സിലായില്ലേ? നിനക്ക് നൽകുന്ന സ്നേഹം, നിന്റെ ബന്ധുമിത്രാദികൾ നൽകുന്ന സ്നേഹം,
നാട്ടുകാരും നിന്റെ വേണ്ടപ്പെട്ടവരുമായ ഞങ്ങൾ നൽകുന്ന സ്നേഹം, കരുതൽ അതുപയോഗിച്ച് നന്നായി വായിച്ച് നന്നായി പഠിച്ച് നാളെ ഈ സമൂഹത്തിനും കാലത്തിനും വേണ്ടപ്പെട്ടവനായി നീ മാറണം. അങ്ങനെ മാറുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ലോറൻസ് എന്ന് പറയുന്ന ആ പൊതുമനുഷ്യന്റെ, സാമൂഹ്യ മനുഷ്യന്റെ മകനായി നിനക്ക് ഉയരാൻ കഴിയുള്ളൂ. പഞ്ചായത്ത് അംഗം രതി നാരായണൻ അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ടൈം ചാനൽ ന്യൂസ് എഡിറ്റർ KT മധു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KE കുഞ്ഞുമോൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് KJ അഷ്റഫ്, പാണാവള്ളി പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S രാജേഷ്, കവി ജയദേവൻ കൂട്ടക്കൽ, മാതൃഭൂമി ലേഖകൻ KS സുരേഷ് എന്നിവർ സംസാരിച്ചു. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനും മോട്ടിവേറ്ററുമായ അഡ്വക്കേറ്റ് ചാർലി പോളിന്റെ അമൂല്യ ജീവിതം അരുത് ലഹരി എന്ന കൈപ്പുസ്തകം ചടങ്ങിനെത്തിയവർക്ക് വിതരണം ചെയ്തു. S രാജേഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലോറൻസ് പെരിങ്ങലത്ത സ്വാഗതം പറഞ്ഞു. ഗായകരായ രമേശൻ തളിയാപറമ്പ, മിനി ചേർത്തല എന്നിവരുടെ ഗാനമേളയും ഒരുക്കിയിരുന്നു. ലഹരിക്കെതിരെ സർക്കാർ നടത്തുന്ന കർമ്മ പദ്ധതിക്ക് തന്നാലാവുന്ന പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് ലോറൻസ് പെരിങ്ങലത്ത് പറഞ്ഞു. ഇന്ന് ഒരു പരിപാടി നടത്തിയാലും മദ്യമില്ലാത്ത ഒരു പരിപാടിയില്ല. ഏത് കാര്യത്തിലും മദ്യം ഒഴിച്ചുകൂടാനാവാത്തൊരു വസ്തുവായിരിക്കും. പ്രവാചകന്മാർ പറയുന്നത്, എല്ലാ മതഗ്രന്ഥങ്ങളിലെയും പ്രവാചകന്മാർ പറയുന്നത് നിങ്ങൾ മദ്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. കൂടെ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ മദ്യം ഇന്ന് ഏത് ഭാഗത്ത് നോക്കിയാലും ഈ ഒരു പ്രതിഭാസം കണ്ടുവരിക, മദ്യം എന്ന പ്രതിഭാസം കണ്ടുവരികയും. ടൈം ന്യൂസ് ചേർത്തല. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ബസ് സർവീസിന് തുടക്കമായി. വണ്ടാനം ആശുപത്രിയിൽ നിന്ന് തൈക്കൽ ബീച്ച് വരെയാണ് സർവീസ് നടത്തുക. പുലർച്ചെ 6:16 ആദ്യ സർവീസ് ആരംഭിക്കുക. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ബസ് സർവീസിന് തുടക്കമായി. ആശുപത്രി അങ്കണത്തിൽ നിന്ന് തൈക്കൽ ബീച്ച് വരെ രാവിലെ 6:16 സർവീസ് ആരംഭിക്കുക. പൂമീൻപുഴി, ചള്ളിക്കടപ്പുറം, വിയാനിപ്പള്ളി, പറവൂർ IMS, സാഗര ആശുപത്രി, വാടക്കൽ, കുതിരപ്പന്തി, വട്ടയാൽ, റെയിൽവേ സ്റ്റേഷൻ, ആലപ്പുഴ ബീച്ച്, കളക്ടറേറ്റ്, ജനറൽ ആശുപത്രി, മുല്ലക്കൽ, ഔട്ട് പോസ്റ്റ്, ബോട്ട് ജെട്ടി, ആലപ്പുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, മാളികമുക്ക് വഴി തുമ്പോളി, കാട്ടൂർ, മാരാരുകുളം, അർത്തുങ്കൽ, ബസിലിക്ക എന്നിവിടങ്ങൾ കടന്ന് തീരദേശ റോഡ് വഴി രാവിലെ 8:15 ബസ് തൈക്കൽ ബീച്ചിലെത്തും. 8:31 തിരികെ ആശുപത്രിയിലേക്കും സർവീസ് നടത്തും. പുലർച്ചെ 6:16 കൂടാതെ 10:45, വൈകിട്ട് 3:27, 5:20 എന്നീ സമയങ്ങളിൽ 4 സർവീസുകളാണ് ഉണ്ടാവുക. 3:27 ആശുപത്രിയിൽ നിന്നും ആരംഭിക്കുന്ന സർവീസ് ആലപ്പുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെ മാത്രമേ സർവീസ് ഉണ്ടാകൂ. ഇവിടെ നിന്ന് തിരികെ ആശുപത്രിയിലെത്തി വീണ്ടും 5:20 ഓട്ടം തുടങ്ങുന്ന ബസ് 7:35 തൈക്കൽ ബീച്ചിലെത്തുകയും 7:40 തിരികെ അവസാന ട്രിപ്പും നടത്തും. വാടക്കൽ ഊരശ്ശേരിയിൽ എബ്രഹാമാണ് ബസ് ഉടമ. 33 സീറ്റാണുള്ളത്. ആശുപത്രി മുതൽ തൈക്കൽ വരെ 53 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക്. എച്ച്ലാം MLA ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. കൗൺസിലർ എൽജിൻ റിച്ചാർഡ്, ബസ് ഉടമ എബ്രഹാം, ബസ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. അമ്പലപ്പുഴയിലെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന D മുരളീധരന് സ്മരണാഞ്ജലി. അമ്പലപ്പുഴ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും അമ്പലപ്പുഴയിലെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന D മുരളീധരന്റെ സ്മരണാർത്ഥം നീർക്കുന്നം പ്രാർത്ഥനാ സമിതി സാംസ്കാരിക കേന്ദ്രത്തിന്റെയും വായനശാലയുടെയും പ്രവർത്തനത്തിന് തുടക്കമായി. പ്രാർത്ഥനാ സമിതി അങ്കണത്തിൽ എച്ച്ലാം MLA വായനശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിശ്ചയമായ സമയത്തെല്ലാം നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഇങ്ങനെയുള്ള സംഭാഷണങ്ങളിൽ ഒരുപാട് നമുക്കറിയാത്ത ഒരുപാട് കാര്യം മനസ്സിലാക്കാൻ നിശ്ചയമായിട്ട് നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ഇവിടെ നാടകത്തിന്റെ കഥ പറഞ്ഞു, ഒരുപാട് കഥകൾ ഈ പറഞ്ഞ മാതിരി പറയും. അതില് ഇവിടെ പറഞ്ഞ പോലെ ഈ വാർഡിനെ പ്രതികരിച്ച സമയം ഇന്നിപ്പോൾ നല്ലതുപോലെ നമ്മുടെ വാർഡെല്ലാം മാറി. മുരളി സാറ് ഇവിടെ പഞ്ചായത്ത് അംഗമായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഓർക്കുന്നുണ്ട്, നമ്മൾ ഇവിടെ അങ്ങോട്ടുള്ള വഴി ഫോട്ടോഷേപ്പ് സാറ് വീണതാണ്. മുരളീധരൻ സ്മാരക സാംസ്കാരിക കേന്ദ്രം പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് J ഷേർലി, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഹാരിസ്, ലൈബ്രറി കൗൺസിൽ അംഗം H സുബൈർ, സരോജിനി മുരളീധരൻ, 245 നമ്പർ SNDP ശാഖായോഗം പ്രസിഡന്റ് B ഷാജി, പ്രാർത്ഥനാ സമിതി പ്രസിഡന്റ് T അജിത, ഗുരുദീപം കുടുംബ യൂണിറ്റ് രക്ഷാധികാരി രാജമ്മ കൊയ്ത്തറ, ചെമ്പഴന്തി കുടുംബ യൂണിറ്റ് രക്ഷാധികാരി ബാബു പുള്ളിപ്പാടം, പത്രാധിപർ കുടുംബ യൂണിറ്റ് രക്ഷാധികാരി അജി ചന്ദ്രൻ, ഗുരുകടാക്ഷം കുടുംബ യൂണിറ്റ് കൺവീനർ നന്ദകുമാർ, M പ്രദീപ് എന്നിവർ സംസാരിച്ചു. പ്രാർത്ഥനാ സമിതി സെക്രട്ടറി N ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. തൊഴിൽ സംവരണം, വിദ്യാഭ്യാസ ആനുകൂല്യം, നമ്മുടെ അവകാശം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കുടുംബി സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചേർത്തല താലൂക്ക് ഓഫീസിലേക്ക് ധർണ സംഘടിപ്പിച്ചു.
തൊഴിൽ സംവരണം, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, നമ്മുടെ അവകാശം എന്നീ മുദ്രാവാക്യം ഉന്നയിച്ച കുടുംബസേവാ സംഘം വിവിധ താലൂക്ക് യൂണിയൻ മേഖലകളിൽ ധർണ സംഘടിപ്പിച്ചു. ചേർത്തല താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കുടുംബസേവാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എസ് ശരത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കൊണ്ടുപോകുവാൻ പ്രാപ്തിയുള്ള ഒരു നേതൃത്വമാണ് ഇന്ന് കുടുംബസേവാ സംഘത്തിന് ഉള്ളത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും കുടിക്കുന്ന നീലവെള്ളപ്പൊടിയുടെ തണലിൽ ഈ കേരളത്തിൽ അങ്ങോളം നിറഞ്ഞു നിന്നുകൊണ്ട് ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മളെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഇന്ത്യയുടെ പൊൻപതാക നമുക്ക് ശക്തി നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ സമരഭടന്മാർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CL വിജയൻ, സംസ്ഥാന സെക്രട്ടറി PG കണ്ണപ്പൻ, TR രാജേഷ്, MN രവികുമാർ, മുൻ സംസ്ഥാന പ്രസിഡന്റ് KC സുരേഷ്, ജനറൽ സെക്രട്ടറി രമ്യ ദിലീപ്, മുൻ സംസ്ഥാന ഖജാൻജി K രാധാകൃഷ്ണൻ, KMSS താലൂക്ക് പ്രസിഡന്റ് കവിത സന്തോഷ്, KMSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി ജ്യോതി, ബോർഡ് അംഗങ്ങളായ CN നമികുമാർ, K മാധവൻ, മുരളീധരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. ശ്രീനാരായണ സഹോദര ധർമ്മവേദി ചേർത്തല താലൂക്ക് യൂണിയന്റെ പ്രവർത്തക കൺവെൻഷൻ നടന്നു. ശ്രീനാരായണ സഹോദര ധർമ്മവേദി ചേർത്തല യൂണിയന്റെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷൻ നടന്നു. ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ R വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഗുരുദർശനങ്ങളെ തലകീഴാക്കി നിർത്തിക്കൊണ്ടുള്ള പ്രയാണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നാം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നടമാടുന്നത്. SNDP യോഗം എന്ന മഹാപ്രസ്ഥാനം വഴി നമ്മൾ സമൂഹത്തിലേക്ക് ഈടവരാതി പിന്നോക്ക സമുദായ അംഗങ്ങളെ, സമൂഹത്തിൽ അവസ്ഥ അനുഭവിക്കുന്ന ആളുകളെ കൈപിടിച്ചുയർത്തി എല്ലാവരെയും സമത്വം എന്ന ആശയത്തിലൂടെ മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള അവസ്ഥയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെച്ചത്. ചേർത്തല യൂണിയൻ പ്രസിഡന്റ് അഴിമുഖം ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് ചെയർമാൻ കണ്ടല്ലൂർ സുധീർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് ചെയർമാൻ MH വിജയൻ, സംസ്ഥാന സംഘടനാ സെക്രട്ടറി എലമ്പടത്ത് രാധാകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി കൃഷ്ണപുരം പ്രകാശൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ലിനീഷ കാർത്തികേയൻ കൃതജ്ഞതയും ചേർത്തല യൂണിയൻ സെക്രട്ടറി NR പ്രതാപൻ സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല കൊക്കോതുമംഗലം മായാനാരായണപുരം ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തിരിതെളിഞ്ഞു. SNDP യോഗം ചേർത്തല മേഖലാ കൺവീനർ PD ഗഗാറിൻ ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു. കൊക്കോതുമംഗലം മായാനാരായണ ക്ഷേത്രത്തിൽ മെയ് 11 മുതൽ 18 വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തിരിതെളിഞ്ഞു. SNDP യോഗം ചേർത്തല മേഖലാ കൺവീനർ PD ഗഗാറിൻ ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു. വിഷ്ണു അജയ് നിവാസ് വിഗ്രഹ സമർപ്പണവും ക്ഷേത്രതന്ത്രി സുഗതൻ തന്ത്രികൾ വിഗ്രഹപ്രതിഷ്ഠയും TN രഘുവരൻ തോട്ടങ്കര ഭാഗവത സമർപ്പണവും MM ഹർഷകുമാർ ശിവശൈലം ആദ്യ നിറവറ സമർപ്പണവും ദേവസ്വം പ്രസിഡന്റ് VS സുമേഷ് കുമാർ ആചാര്യവരണവും നടത്തി. മെയ് 16 രുക്മിണി സ്വയംവരം നടക്കുക. മെയ് 18 ഞായറാഴ്ച അവബോധ സ്നാനത്തോടെ ചടങ്ങുകൾ സമാപിക്കും. സപ്താഹ കമ്മിറ്റി ചെയർമാൻ VS സുമേഷ് കുമാർ, ജനറൽ കൺവീനർ MV സുഗുണൻ, വൈസ് പ്രസിഡന്റ് KG ഷാജി, കമ്മിറ്റി അംഗങ്ങളായ KR അജിമോൻ, TN സുരേന്ദ്രൻ, KR നാരായണൻ, KG രംഗരാജ്, മിനി ബാബു, സുലേഖ സ്റ്റാലിൻ, VK അനിരുദ്ധൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തണ്ണീർമുഖം സന്തോഷ് കുമാറാണ് യജ്ഞാചാര്യൻ. കുമാരപുരം രാജേഷ്, മാക്കിക്കടവ് ജയന്തൻ മാഷ്, ചേർത്തല സ്റ്റാലിൻ എന്നിവർ ഉപാചാര്യന്മാരുമാണ്. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല മൂർത്തിങ്കൽ ശ്രീ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലെ കലശവാർഷികവും ചോതി മഹോത്സവവും സമാപിച്ചു. ചേർത്തല മൂർത്തിങ്കൽ ശ്രീ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലെ കലശവാർഷികവും ചോതി മഹോത്സവവും സമാപിച്ചു. മെയ് 8 മുതൽ 12 വരെയാണ് കലശവാർഷികവും ചോതി മഹോത്സവവും നടന്നത്. ഞായറാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, പതിവ് പൂജകൾ, കലശപൂജ, 12 കലശ കളഭാഭിഷേകം, അന്നദാനം എന്നിവയും നടന്നു. വൈകിട്ട് 6:30 ദീപാരാധനയും
തുടർന്ന് കുറ്റിക്കാട്ടുവെളി ശ്രീകുമാർ ജിഷ ദമ്പതികളുടെ മകനായ മാസ്റ്റർ ഹരിഗോവിന്ദ് കുറ്റിക്കാടിന്റെ സോപാന സംഗീതവും നടന്നു. സോപാന സംഗീതത്തിന് ശേഷം ഭക്തിഗാനമേളയും താലപ്പൊലിയും നടന്നു. സമാപന ദിവസമായ തിങ്കളാഴ്ച പതിവ് പൂജകൾക്ക് ശേഷം ദീപാരാധന, സംഗീത ഭജന, തളിച്ചുകൂട എന്നിവയും നടന്നു. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ മെയ് 6 മുതൽ 12 വരെ നടന്നുവന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള സമാപിച്ചു. പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ ടൈം ചാനലിന് 3ാം സ്ഥാനം. ആലപ്പുഴ ബീച്ചിൽ മെയ് 6 മുതൽ 12 വരെ നടന്നുവന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് മികച്ച കവറേജ് നൽകിയതിനാണ് പുരസ്കാരം. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ പ്രവേശനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇതിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. ജൂൺ 2 നിലവിൽ വരുന്ന ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായി ആലപ്പുഴ ജില്ലയിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.